ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കരയിലേക്ക് 2 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് ചൂടായതിനു ശേഷം കുറച്ച് റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. പിന്നെ 1/2 കപ്പ് നാളികേരം ചിരകിയതും 1/4 കപ്പ് അവലും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഇതും ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഒരു 3 ചെറിയ പഴം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് റവയും നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവലിന്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും 2 നുള്ളു ബേക്കിംഗ് സോഡയും പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പർ കപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇഡ്ഡലി പാത്രത്തിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലായാലും ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.